അസ്സലാമലൈക്കും. നിങ്ങൾ എൻ്റെ മകനെ സഹായിക്കണം. 42 വയസ്സുണ്ട്. എൻ്റെ മകന് തലച്ചോറിൽ ക്യാൻസറാണ്. എന്തെങ്കിലും നിങ്ങളുള്ള സഹായങ്ങൾ ആത്മാർത്ഥമായി സഹായിക്കണം. എൻ്റെ മകനെ ചികിത്സിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഞങ്ങൾ വാടക വീട്ടിലാണ് കിടക്കുന്നത്. 2 മക്കളുണ്ട്, 2 പെൺമക്കളാണ്. മൂത്ത മോക്ക് 18 വയസ്സുണ്ട്, ഇളയ മോക്ക് 14 വയസ്സുണ്ട്. യാതൊരു സഹായവും ഇല്ല. ഞങ്ങൾക്ക് വാടക വീട്ടിൽ കഴിയാൻ മരുമകൾ സംസാരിക്കാത്തവളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, എൻ്റെ അടുത്ത് നിൽക്കുന്ന സജീവ് എന്ന് പറയുന്ന സഹോദരൻ വലിയ മാരകമായ രോഗത്തിന് അടിമയാണ്. 2 വർഷത്തിന് മുമ്പ് സ്ട്രോക്ക് വന്ന് ശാരീരികമായി തളർന്ന് വല്ലാണ്ടൊരവസ്ഥയിൽ തലയ്ക്ക് ട്യൂമർ കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. വഴി ജീവിക്കാനുള്ള ഒരവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ, ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളവരും അല്ലാത്തവരും ഒക്കെ ഒരു സഹായം റമളാൻ പ്രമാണിച്ച്, റമളാനെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അൽഹംദുലില്ലാ, അത് 1 രൂപയാണെങ്കിലും അത് ബർക്കത്തുള്ളതാണ്. അത് നിങ്ങൾ ഇൻഷാ അള്ളാഹ് ചെയ്യണം. അതുപോലെ തന്നെ സ്വന്തമായി വീടില്ല, ഒരു വീടിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല ദീർഘായുസ് കൊടുക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ജീവിക്കണമല്ലോ. അതിനുള്ളൊരു ചുറ്റുപാട് നമ്മളെല്ലാം കൂടി ഒത്തൊരുമയോടുകൂടി സഹായിക്കുകയാണെങ്കിൽ അത് ചെയ്ത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് എല്ലാവരും കഴിവിൻ്റെ പരമാവധി വേണ്ടുന്ന സഹായങ്ങൾ സജീവ് എന്ന് പറയുന്ന സഹോദരൻ ചെയ്യുന്നതിനോടൊപ്പം പ്രായപൂർത്തിയായ 2 പെൺമക്കളുണ്ട്. അതിലൊന്ന് 18 വയസ്സും മറ്റൊന്ന് 14 വയസ്സുമാണ്. വിവാഹപ്രായം എത്തിക്കൊണ്ട് നിൽക്കുന്നു. അൽഹംദുലില്ലാ. അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ബാധ്യതകൾ തലയിലേറ്റിയൊരു സഹോദരനാണ്. അൽഹംദുലില്ലാ. എല്ലാം മംഗളമായി കിട്ടുന്നതിന് വേണ്ടി കൂട്ടമായും ഒറ്റയായും നമുക്ക് ഷെയറുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് ഇത് ഒരു വലിയ വിജയമാക്കി കൊടുക്കണമെന്ന് പ്രിയമുള്ളവരെ. ഒരുപക്ഷെ ഒറ്റയാൽ പട്ടാളമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഒരുപാട് ആൾക്കാരെ കൂട്ടി ഒരു വലിയ കൂട്ടമുണ്ടാക്കി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ആൾക്കൂട്ടം കണ്ടുകൊണ്ടല്ലല്ലോ ചെയ്യുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ മനസ്സാക്ഷി എന്നതുപോലെ അൽഹംദുലില്ലാ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ നിർബന്ധമായി ചെയ്യണം. ഒന്നും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഷെയറെങ്കിലും ചെയ്യുക. അതാണ് ഏറ്റവും ഹൈർ. പ്രത്യേകിച്ച് റമളാൻ മാസത്തിൻ്റെ തുടക്കത്തിൽ അൽഹംദുലില്ലാ ഇതിനെ എല്ലാവരും നിങ്ങൾ നെഞ്ചിലേക്ക് ഏറ്റെടുക്കുമെന്നുള്ള ഒരു ഉത്തമ ബോധത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സജീവ് എന്ന കൊല്ലുള്ള ജമാഅത്തിൽ താമസിക്കുന്ന രോഗവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ എവിഡൻസുകളാണ് വിവിധങ്ങളായ ഹോസ്പിറ്റലുകളിൽ കാണിച്ചു. മാറാത്ത രോഗവുമായി മല്ലടിക്കുന്ന സജീവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം, അദ്ദേഹം അത്താണിയായിട്ടുള്ളൊരു കുടുംബം, 18ഉം 14ഉം വയസ്സുള്ള 2 പെൺമക്കൾ, അദ്ദേഹത്തിൻ്റെ സുഖമില്ലാത്ത ഭാര്യ, ഇതൊക്കെ ഓർക്കുമ്പോൾ തീർത്തും നമ്മൾ സഹായിക്കൽ അനിവാര്യമാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, എൻ്റെ ഈ പ്രദേശത്ത് പ്രിയപ്പെട്ട ഒരു സഹോദരൻ ബ്രെയിൻ ട്യൂമറിന് അടിമപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിനെ ആത്മാർത്ഥമായി സഹായിക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ വീട്ടിലാണ് സജീവ് താമസിക്കുന്നത്. അവന് ബ്ലഡ് ക്യാൻസറാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക. 1 വർഷമായി വാടക വാങ്ങാതെ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഷംഷാദാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ അയൽവാസി കൂടിയായ സജീവൻ്റെ ഭവനത്തിലാണ്. അദ്ദേഹത്തിന് ഹ്യൂമർ ക്യാൻസർ. ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ എൻ്റെ ഭാര്യയ്ക്ക് സംസാരശേഷി ഇല്ലാത്ത ഈ 2 മക്കളെയും പിടിച്ചുകൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് ആശങ്കയായിട്ട് വളരെ ഭയാനകമായിട്ട് ജീവിക്കുന്ന ഈ സജീവിനെ നിങ്ങൾ സഹായിക്കണം. 2 പെൺമക്കളാണ്, 18ഉം 14ഉം വയസ്സുള്ള മക്കളാണ്. ഇവരെ സംരക്ഷിക്കാൻ യാതൊരു നിർവാഹവുമില്ല. പരിശുദ്ധ റമളാനെ സാക്ഷി നിർത്തി നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായമെങ്കിലും ഈ സഹോദരന് കൊടുക്കണം. ചികിത്സിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് കഴിയുകയാണ്.